വെള്ളിയാഴ്ച പുറത്തുവന്ന നോൺ ഫാം പേറോൾ ഡേറ്റ അമേരിക്കയിലെ അൺഎംപ്ലോയ്മെന്റ് ഉയർന്നു എന്നുള്ള സൂചന നൽകിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. നാസ്ഡാക്ക് 0.90%, S&P 0.54%മാണ് ഉയർന്നത്. 4% അൺഎംപ്ലോയ്മെന്റ് പ്രതീക്ഷിച്ചെടുത്ത് അൺഎംപ്ലോയ്മെന്റ് 4.1%ലേക്ക് ഉയരുകയും ഇതിന്റെ ഫലമായി ട്രഷറി ഈൽഡ് ഇടിയുകയും സെപ്റ്റംബർ മാസത്തിലെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിന്റെ സാധ്യതകൾ ഉയരുകയും ചെയ്തു. യൂറോപ്യൻ മാർക്കറ്റിൽ ഫഡ്സെ, CAC തുടങ്ങിയ ഇൻഡെക്സുകൾ നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയപ്പോൾ ഡാക്സ് പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. ഫഡ്സെ 0.46% ഇടിയുകയും CAC 0.26% ഇടിയുകയും ചെയ്തപ്പോൾ ഡാക്സ് 0.14% ഉയർന്നു. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ആദ്യം തന്നെ വിവിധ കമ്പനികളുടെ Q1 ബിസിനസ് അപ്ഡേറ്റിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനാണ് ഇന്ന് പ്രതീക്ഷിക്കേണ്ടത്. നൈക്കയുടെ Q1 ബിസിനസ് അപ്ഡേറ്റിൽ കമ്പനിയുടെ കൺസോളിഡേറ്റഡ് റവന്യൂ 22 മുതൽ 23% വളരുമെന്ന് കമ്പനി പ്രതീക്ഷ പങ്കുവച്ചിട്ടുണ്ട്. കൂടാതെ ബ്യൂട്ടി വെർട്ടിക്കൽസിലുള്ള ഗ്രോത്ത് 22 മുതൽ 23% വളർന്നേക്കാം. ഗ്രോസ് മെർച്ചൻഡൈസ് വാല്യൂ 20% വളരാൻ സാധ്യതയുണ്ട്. സിഗ്നേച്ചർ ഗ്ലോബൽ ഇന്ത്യ എന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ പ്രീ സെയിൽസ് 255% വർദ്ധിച്ച് 3120 കോടിയായി മാറി. ഏരിയ സോൾഡ് 123% വർദ്ധിച്ച് 2.03 മില്യൺ സ്ക്വയർ ഫീറ്റായി ഉയരുകയും കളക്ഷൻ 102% വർദ്ധിച്ച് 1210 കോടിയായി മാറുകയും ചെയ്തു. ബാങ്കിംഗ് സെക്ടറിൽ നിന്നും 3 സ്റ്റോക്കുകളെയാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ Q1 ബിസിനസ് അപ്ഡേറ്റ് പോയിന്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തേത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ടോട്ടൽ ഡെപ്പോസിറ്റ് 8.5% വർദ്ധിച്ച് 12.24 ലക്ഷം കോടിയായി മാറി. ഗ്ലോബൽ ഗ്രോസ് അഡ്വാൻസ് 11.4% വർദ്ധിച്ച് 9.12 ലക്ഷം കോടിയായി മാറി. അതേസമയം കാസ 3.99 ലക്ഷം കോടിയിൽ നിന്നും കാസ 3.76% വർദ്ധിച്ച് 3.99 ലക്ഷം കോടിയായി മാറി. ബാങ്ക് ഓഫ് ബറോഡയുടെ Q1 ബിസിനസ് അപ്ഡേറ്റിൽ ഗ്ലോബൽ ബിസിനസ് 8.5% വർദ്ധിച്ച് 23.77 ലക്ഷം കോടിയായി മാറി. ഗ്രോസ് അഡ്വാൻസ് 8.14% വർദ്ധിച്ച് 10.72 ലക്ഷം കോടിയായി മാറി. ഗ്ലോബൽ ഡെപ്പോസിറ്റ് 8.3% വർദ്ധിച്ച് 13.06 ലക്ഷം കോടിയായി മാറുകയും ഡൊമസ്റ്റിക് ഡെപ്പോസിറ്റ് 5.2% വർദ്ധിച്ച് 11.05 ലക്ഷം കോടിയും ഡൊമസ്റ്റിക് അഡ്വാൻസ് 8.51% വർദ്ധിച്ച് 8.81 ലക്ഷം കോടിയായി മാറുകയും ചെയ്തു. ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ നെറ്റ് അഡ്വാൻസ് 16% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 3.48 ലക്ഷം കോടിയായി മാറി. ഡെപ്പോസിറ്റ് 15% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 3.98 ലക്ഷം കോടിയായി മാറുകയും കാസ റേഷ്യോ 39.9%-ൽ നിന്നും 36.7%-ലേക്ക് ഇടിയുകയും ചെയ്തു. FMCG സെഗ്മെൻറ്റിൽ 2 സ്റ്റോക്കുകളെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഡാബർ ഇന്ത്യയും മാരിക്കോയും. ഡാബർ ഇന്ത്യയുടെ Q1 ബിസിനസ് അപ്ഡേറ്റിൽ കൺസോളിഡേറ്റഡ് റവന്യൂവിൽ മിഡ് സിംഗിൾ ഡിജിറ്റ് ഗ്രോത്ത് ആണ് കമ്പനി പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയിലെ ബിസിനസ്സിലും മിഡ് സിംഗിൾ ഡിജിറ്റ് ഗ്രോത്ത് കമ്പനി പ്രതീക്ഷിക്കുന്നു. HPC ഹെൽത്ത് കെയർ സെഗ്മെൻറ്റിൽ ഹൈ സിംഗിൾ ഡിജിറ്റ് ഗ്രോത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ബിസിനസ് കോൺസ്റ്റന്റ് കറൻസി ടേംസിൽ സ്ട്രോങ് ഗ്രോത്ത് കൈവരിക്കുമെന്ന് കമ്പനി പ്രത്യാശ പ്രകടിപ്പിച്ചു. ഗ്രോസ് മാർജിനിലും കോസ്റ്റ് സേവിംഗ് ഇനിഷ്യേറ്റീവിൻ്റെ പശ്ചാത്തലത്തിലും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇംപ്രൂവ് ആയേക്കാം. മാരിക്കോയുടെ Q1 ബിസിനസ് അപ്ഡേറ്റിലും ഡൊമസ്റ്റിക് ബിസിനസ്സിൽ സിംഗിൾ ഡിജിറ്റ് ഗ്രോത്ത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് കമ്പനി പ്രതീക്ഷിക്കുന്നുണ്ട്. കൺസോളിഡേറ്റഡ് റവന്യൂ ഹൈ സിംഗിൾ ഡിജിറ്റിലാകുമെന്നാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ സ്ലൈറ്റ്ലി ഗ്രോത്ത് പ്രതീക്ഷിക്കാം. ടൈറ്റാൻ എന്ന കമ്പനിയുടെ Q1 ബിസിനസ് അപ്ഡേറ്റും മാർക്കറ്റ് അവറിന് ശേഷം, അതായത് വെള്ളിയാഴ്ച മാർക്കറ്റ് അവറിന് ശേഷമാണ് പുറത്തു വന്നത്. ടൈറ്റാൻ്റെ Q1 ബിസിനസ് അപ്ഡേറ്റിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ ഇന്നത്തെ ദിവസം പ്രതീക്ഷിക്കാം. ടൈറ്റാൻ്റെ ബിസിനസ്സിൽ 9%-ഓളം സ്റ്റാൻഡ് അലോൺ വളർച്ച കമ്പനിക്ക് കൈവരിക്കാൻ സാധിച്ചു. ഈ ക്വാർട്ടറിൽ 61 പുതിയ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്ത് ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 3096-ലേക്ക് ഉയർത്തി. ജ്വല്ലറി സെഗ്മെൻറ്റിൽ 9% വളർച്ചയും വാച്ച് ആൻഡ് വിയറബിൾ സെഗ്മെൻറ്റിൽ 15% വളർച്ചയും ഐ കെയർ സെഗ്മെൻറ്റിൽ 3% വളർച്ചയും എമർജിംഗ് ബിസിനസ്സിൽ 4% വളർച്ചയും കമ്പനി റീസെൻ്റ്ലി അക്വയർഡ് ചെയ്ത കാരറ്റ് ലൈൻ എന്ന ബ്രാൻഡ് 18% വളർച്ചയും കൈവരിച്ചു. അദാനി വിൽമാറിൻ്റെ Q1 ബിസിനസ് അപ്ഡേറ്റിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനും ഇന്ന് പ്രതീക്ഷിക്കാം. അദാനി വിൽമാറിൻ്റെ എഡിബിൾ ഓയിൽ വോളിയം 13% ഉയരുകയും വാല്യൂ ഗ്രോത്ത് 10% ഉയരുകയും ചെയ്തു. FMCG വോളിയം ഗ്രോത്ത് 46% ഉയരുകയും വാല്യൂ ഗ്രോത്ത് 45% ഉയരുകയും ചെയ്തു. ബാങ്ക് ഓഫ് ബറോഡ 7500 കോടി രൂപയുടെ ഫണ്ട് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് വഴിയും 10,000 കോടി രൂപയുടെ ഫണ്ട് ലോങ് ടൈം ബോണ്ട് ഇഷ്യൂ വഴിയും റൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ തീരുമാനത്തിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അപ്രൂവൽ ലഭിക്കുകയും ചെയ്തു.
ടാറ്റ മോട്ടോഴ്സിൻ്റെ ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനിയായ ജഗ്വാർ ലാൻഡ് റോവറിൻ്റെ Q1 ബിസിനസ് അപ്ഡേറ്റ് പുറത്തുവന്നു. Q1 ഹോൾസെയിൽ സെഗ്മെൻറ്റിൽ 5% വളർച്ച കമ്പനി കൈവരിച്ച് 97,775 യൂണിറ്റ് കമ്പനിക്ക് സെയിൽ ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ റീറ്റെയിൽ സെഗ്മെൻറ്റിൽ ജഗ്വാർ ലാൻഡ് റോവറിൻ്റെ ഗ്രോത്ത് 9% വർദ്ധിച്ച് 1.11 ലക്ഷം യൂണിറ്റ് കമ്പനിക്ക് 2025 ഫിനാൻഷ്യൽ ഇയറിലെ Q1 സെയിൽസ് ചെയ്യാൻ സാധിച്ചു. ഇവിടെ കമ്പനിയുടെ റേഞ്ച് റോവർ സ്പോർട്ട് തുടങ്ങിയ മോഡലുകൾക്ക് 22 മുതൽ 46% സെയിൽസ് വർദ്ധിക്കുകയും ചെയ്തു. NLC ഇന്ത്യ എന്ന കമ്പനി ഒഡീസയിലെ അങ്കുൽ എന്ന സ്ഥലത്തുള്ള മച്ച്കാട്ട കോൾ മൈനിൻ്റെ ലോവസ്റ്റ് ബിഡറായി മാറിയിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ NLC ഇന്ത്യ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. പവർ ഗ്രിഡ് എന്ന കമ്പനി ഫണ്ട് റൈസിംഗുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ജൂലൈ 10 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചിട്ടുണ്ട്. JM ഫിനാൻഷ്യലിൻ്റെ ഉടമസ്ഥതയിലുള്ള JM ഫിനാൻഷ്യൽ ക്രെഡിറ്റ് സൊല്യൂഷൻ എന്ന കമ്പനിയുടെ 42.99% സ്റ്റേക്കുകൾ JM ഫിനാൻഷ്യൽ 1,282 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തു. JM ഫിനാൻഷ്യൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിയുടെ 71.79% സ്റ്റേക്കുകളും JM ഫിനാൻഷ്യൽ 886 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തു. ഇതുവഴി JM ഫിനാൻഷ്യൽ ക്രെഡിറ്റ് സൊല്യൂഷൻസിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് 89.6% ഉയരുകയും JM ഫിനാൻഷ്യൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിയിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് 81.77% ഉയരുകയും ചെയ്തു. ഫെഡറൽ ബാങ്ക് എന്ന കമ്പനി ബജാജ് അലയൻസ് ലൈഫ് ഇൻഷുറൻസുമായി ചേർന്ന് പാർട്ണർഷിപ്പിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ബജാജ് അലയൻസിൻ്റെ ലൈഫ് ഇൻഷുറൻസ് പ്രൊഡക്റ്റുകൾ ഇനി ഫെഡറൽ ബാങ്ക് വഴി സെൽ ചെയ്യാൻ സാധിക്കും. കൂടാതെ കോഫോർജ് എന്ന കമ്പനി കഴിഞ്ഞ ദിവസം, അതായത് വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ സിഗ്നിറ്റീസിൻ്റെ 16.92% സ്റ്റേക്കുകൾ 1,398 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ അക്വയർ ചെയ്തു. കോഫോർജിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് സിഗ്നിറ്റീസിൻ്റെ 51% സ്റ്റേക്കുകൾ അക്വയർ ചെയ്യാനുള്ള പെർമിഷനാണ് നൽകിയത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നടന്നുവരുന്ന സ്റ്റേക്ക് അക്വിസിഷനിൽ സിഗ്നിറ്റീസിൻ്റെ ഇതുവരെ 27.98% സ്റ്റേക്കുകൾ കോഫോർജ് അക്വയർ ചെയ്തു കഴിഞ്ഞു. PC ജുവലേഴ്സും പഞ്ചാബ് നാഷണൽസും തമ്മിലുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് ഡ്യൂസ് സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടി കമ്പനി പ്രപ്പോസ് ചെയ്ത ഓൺ ടൈം സെറ്റിൽമെൻറ്റിന് പഞ്ചാബ് നാഷണൽ ബാങ്ക് അപ്രൂവൽ നൽകി. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ദിവസം PC ജുവലർ എന്ന സ്റ്റോക്കിനെയും ശ്രദ്ധിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്